ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ദേഹസൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഇന്ന് രണ്ടാം ഭാഗത്തിൽ വായിച്ചു തരുന്നത് കേട്ടോ. അന്ത്യപ്രവാചകനും സർവ്വലോകങ്ങൾക്കും അനുഗ്രഹവും മനുഷ്യവംശത്തിന് പരിപൂർണ മാതൃകയുമായി ഭൂലോകത്തേക്ക് നിയോഗിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചതുമൂലം തിരുമേനിയുടെ ഒളിവിനെ സശരീരി ആക്കുവാൻ അള്ളാഹു തീരുമാനിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം മദീനയിൽ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ ഖബറടക്കം ചെയ്ത സ്ഥലത്ത് നിന്നും ഒരു പിടി വെളുത്ത മണ്ണ് വാരിയെടുക്കുവാൻ മലക്കിനെ നിയോഗിക്കുകയും സ്വർഗത്തിലെ പരിശുദ്ധമായ അരുവികളിൽ ആ മണ്ണ് കഴുകി എടുക്കുകയും അങ്ങനെ പവിത്രമാക്കുകയും ആ വാർത്ത സർവ്വലോകങ്ങളെയും ഗ്രഹിപ്പിച്ച ശേഷം അള്ളാഹു നിർദ്ദേശിച്ച സ്ഥാനത്ത് ആ മണ്ണ് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. വീണ്ടും 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാമയുടെ ദേഹസൃഷ്ടിപ്പ് ഉണ്ടാവുകയും ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാട്ടോ. അസ്സലാമു അലൈക്കും.